നമസ്കാരം സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. ചടയമംഗലം വലിയപാറ ചെരുവിലെ നിവാസികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. ഒപ്പം ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. വളരെ കാലങ്ങളായി രൂക്ഷമായ ജലക്ഷാമം അനുഭവിച്ച ഈ വലിയപാറ ചെരുവിലെ നിവാസികൾക്ക് കുടിവെള്ളം അവരുടെ കൈക്കുമ്പിളിൽ എത്തുകയാണ്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തും ജനപ്രതിനിധിയും ഏറെ ശ്രമകരമായ ഒരു പരിശ്രമം നടത്തുകയും അതിൻ്റെ ഫലമായി 60,000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു ടാങ്ക് ഏകദേശം ജഡായി ടൂറിസ്റ്റിനടുത്തായി സ്ഥാപിക്കുകയും അവിടെ നിന്നും ഈ വീടുകളിലേക്കെല്ലാം പൈപ്പ് കണക്ഷൻ എത്തിക്കുകയും ചെയ്തു. നമസ്കാരം. ഈ മേഖലയിലെ നിങ്ങളുടെയൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു, നിങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു കുടിവെള്ളം എത്തുക എന്നുള്ളത്. ഇപ്പോൾ വെള്ളം ലഭിച്ചിരിക്കുന്നു. എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഈ നല്ല ചൂടത്ത് അതിലും വെള്ളം കിട്ടിയതിൽ വളരെ സന്തോഷം. ഇനി ഒരു 10 വീടുകൾ കൂടി പൈപ്പ് കണക്ഷൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനു മുമ്പായി തന്നെ ട്രയൽ എന്ന രീതിയിൽ അവർക്ക് വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വലിയപാറ ചെരുവിൽ നമുക്കറിയാം, വളരെ കാലമായിട്ട് ഉണക്ക സമയത്തൊക്കെ കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ജനപ്രതിനിധികളെല്ലാവരും ശ്രമിച്ചുകൊണ്ട് പല രീതിയിലുള്ള പദ്ധതികൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗത്തേക്കെല്ലാം വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒരു കിണർ മാത്രമാണ് അവരുടെ ഏക ആശ്രയം. അപ്പോൾ നമുക്ക് ഏത് രീതിയിലായാലും അവിടെ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി നേരത്തെ ഉള്ള മെമ്പർമാരും അതിനുവേണ്ടി വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ കുഴൽക്കിണർ കുഴിച്ച് അത്തരത്തിൽ വെള്ളം കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ കുഴൽക്കിണർ അവിടെ കുഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ അതിനുവേണ്ടി ഫണ്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ വാഹനം കയറിപ്പോകാനും കുഴിക്കാനും ഒന്നുമുള്ള ഒരവസ്ഥ ആയിരുന്നില്ല. അപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാംകെ ദാനിയലിൻ്റെ ഇക്കാര്യം സൂചിപ്പിക്കുകയും അവിടെ ഏത് രീതിയിൽ നമുക്ക് വെള്ളം എത്തിക്കുവാൻ കഴിയും എന്നുള്ള ഒരു ഇത് ആലോചിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ കറ്റൂട്ടി കോളനിയിൽ, ഇടയ്ക്കോട് വാർഡിലെ കറ്റൂട്ടി കോളനിയിൽ ഒരു കുടിവെള്ള പദ്ധതി നിലവിൽ കൊണ്ടുവന്നു. അപ്പോൾ അത് വിജയമാണ് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറിനെ വീണ്ടും സമീപിക്കുകയും അപ്പോൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കുടിവെള്ളത്തിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഡിവിഷൻ മെമ്പറുമായിട്ടുള്ള അഡ്വക്കേറ്റ് സാംകെ ദാനിയൽ 74 ലക്ഷം രൂപ ഈ കുടിവെള്ളത്തിന് വേണ്ടി അനുവദിച്ചു തന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ട് നമ്മുടെ ഹരിയാനയിൽ നിന്നും 60,000 ലിറ്ററിൻ്റെ ടാങ്ക് നിലവിൽ വലിയപാറ ചെരുവിൻ്റെ മുകളിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കുടിവെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ അവിടെയുള്ള മുഴുവൻ പേർക്കും കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് നമ്മൾ താഴെ 2 ബൂസ്റ്റർ പമ്പ് വെച്ചുകൊണ്ട് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്തിട്ട് തിരിച്ച് അവർക്ക് വെള്ളം കൊടുക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഈ ടാങ്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി വസ്തു കണ്ടെത്തണമായിരുന്നു. അപ്പം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു അനുമതി കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ നമ്മുടെ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കവിടെ 2 സെൻറ്റ് ഭൂമി ഈ ടാങ്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു തന്നു. ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി. അതോടൊപ്പം ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ അവിടെ ട്രയൽ നടത്തിയിരുന്നു. 2 ഭാഗങ്ങളിലേക്കും ട്രയൽ നടത്തി വെള്ളം പമ്പ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും വെള്ളം കിട്ടുന്ന തരത്തിലേക്കാണ്. അപ്പോൾ ഒരു 10 പേർ കൂടി അവിടെ കണക്ഷൻ കൊടുക്കാനുണ്ട്. അതിനുശേഷം മാത്രം ഉദ്ഘാടനം എടുക്കാമെന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ സമയത്ത് ഇത്തരത്തിലൊരു കുടിവെള്ള പദ്ധതി അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിക്ക് നമുക്ക് പൈസ അനുവദിച്ചു തന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള സാംകെ ദാനിയലിന് ഒത്തിരി അഭിനന്ദനങ്ങൾ സമയത്ത് നേരുകയാണ്. തീർച്ചയായിട്ടും വളരെ കാലമായി നമുക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. അവർക്കെല്ലാവർക്കും സന്തോഷമാണ് നിറവേറ്റാൻ കഴിഞ്ഞത്. വളരെയേറെ സന്തോഷം. ഞങ്ങൾക്ക് ഈ വെള്ളം ഇവിടെ കിട്ടിയത് വളരെ ഉപകാരപ്പെട്ടൊരു കാര്യം. കാരണം ഇപ്പോഴും ഇനി ഒരു 3-4 മാസങ്ങളിൽ ഞങ്ങൾ വെള്ളത്തിന് മിക്കവാറും വയലിൽ പോയി കൊണ്ടുവരേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ നമുക്കുള്ളത്.
അതുകൊണ്ട് ഈ സമയങ്ങളിൽ നമുക്കിവിടെ ഈ വെള്ളം കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ സർക്കാർ ഞങ്ങളോട് ചെയ്യുന്ന ഒരു പുണ്യം, വലിയ പുണ്യം എന്ന് പറയാനേ ഒക്കൂ. കാരണം അത്രയും ഒരു ഉപകാരങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരു ഉപകാരങ്ങൾ ചെയ്തു വരുന്നത് ഞങ്ങളെ സഹായിക്കുന്നതിന് ഈ സർക്കാരിൽ ഏത് സർക്കാരിലും ആ സർക്കാരിന് ഞങ്ങൾ 100 നന്ദി ഉണ്ടായിരിക്കും. കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണമാണെങ്കിൽ നമുക്ക് ആഹാര സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി പിടിക്കാം. എന്താ ചോദിക്കും, വെള്ളം വാങ്ങിച്ചാൽ ഒക്കില്ല. വെള്ളവും കുടിവെള്ളവും കൂടെ വാങ്ങിച്ചു വരുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ വീട് ഒരു മെയിൻ്റനൻസിന് വരെ ഒരു വീട് കിട്ടിയിട്ടുണ്ട്. കാരണം സാധനം കൊണ്ട് ഇറങ്ങിക്കുന്നത് വെള്ളത്തിന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഇല്ല. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഇവിടെ ഒരു കിണറുണ്ട്. ഇത്രയും ഒരു 10-50 കുടിക്കാർ താമസിക്കുന്ന ഭാഗത്ത് നമുക്ക് ഒരു കിണർ കൂടെ ഉണ്ട്. അതിന്റെ വെള്ളം വറ്റാറായിപ്പോയി. പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നേരം വെള്ളം വന്നുകൊണ്ട് പൈപ്പിൽ വെള്ളം വന്നുകൊണ്ട് നമുക്ക് ഇപ്പോഴും ആ വെള്ളം നിലനിൽക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഈ സമയങ്ങളിൽ വെള്ളം വറ്റി വെള്ളം പോകേണ്ടതാ, തീരേണ്ടതാ. പിന്നെ ഈ ഭാഗങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരുന്നതുകൊണ്ട് വളരെ ഒരു ഉപകാരമാണ് നമുക്ക് ഇതുകൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഏത് സർക്കാരായിരുന്നാലും ശരി, ഞങ്ങളൊരു സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിച്ചിട്ടോ ഒന്നും ഒരു കാര്യങ്ങളില്ല. ഏത് സർക്കാർ ചെയ്താലും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ രൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കുന്ന ഇത്തരം പ്രദേശങ്ങളിൽ ജനപ്രതിനിധികൾ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ആശംസയോടെ ശശി ടി വി.